ഏഷ്യ കപ്പ് T20 ചാമ്പ്യൻഷിപ്പിൽ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഫൈനലിനേക്കാൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ചിരവൈകാരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ത്രില്ലറിന് വേണ്ടിയിട്ടാണ്. അടുത്ത മാസം 14-നാണ് ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മത്സരം അരങ്ങേറുന്നത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ വമ്പൻ പോര്. പുൽവാമ ഭീകരാക്രമണവും പിന്നാലെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമെല്ലാം ഏഷ്യ കപ്പിലെ മത്സരങ്ങൾക്ക് കൂടുതൽ ആവേശകരമാക്കി മാറ്റുന്നുണ്ട്. കളിക്കളത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമെന്ന് തന്നെ നമുക്ക് ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. ജയത്തിന് വേണ്ടി കൈമൈ മറന്ന് ഇരു രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും പോരാടുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏഷ്യ കപ്പിലെ ഈ കിടിലൻ പോരിൽ ആരാവും വിജയിക്കുകയെന്ന് പ്രവചിക്കുകയാണ് AI. എക്സിന്റെ AI ടൂളായ ഡ്രോക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആരാവും ജയിക്കുക എന്ന് പ്രവചിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൂപ്പർ പോരാട്ടത്തിന്റെ വിധിയെ സ്വാധീനിച്ചേക്കാവുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് AI. ഇന്ത്യൻ ടീമിൻ്റെത് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാവും സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം ഇറങ്ങുക. അതിശക്തമായ ബാറ്റിംഗ് ലൈനപ്പിനെയാണ് ഇന്ത്യ ടൂർണമെന്റിൽ അണിനിരത്തുക. സൂര്യയെ കൂടാതെ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം ഇന്ത്യൻ സംഘത്തിലുണ്ടാവും. ബൗളിംഗിൽ ജസ്പ്രീത് ബുംറയുടെ കാര്യം സംശയമാണെങ്കിലും അർഷദ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, വരുൺ ചക്രവർത്തി, കുൽദീപ് എന്നിവരുടെ സാന്നിധ്യം ടീമിന് കൂടുതൽ കരുത്തേക്കും. യുവതാരം സൽമാൻ അലി ആകെയാവും പാകിസ്ഥാൻ ടീമിനെ ടൂർണമെന്റിൽ നയിച്ചേക്കുക. UAE-യിലെ സ്ലോ പിച്ചുകൾ പാകിസ്ഥാന് ഏറെ യോജിച്ചതാണ്. ഇവിടെ ഒരുപാട് മത്സരങ്ങൾ കളിച്ച താരങ്ങളുടെ സാന്നിധ്യവും അവർക്ക് പ്ലസ് പോയിന്റ് ആണ്. 2021 UAE-യിൽ നടന്ന T20 ലോകകപ്പിൽ ഇന്ത്യയെ ഞെട്ടിപ്പിക്കാനായതും അവർക്ക് ഇത്തവണ ആത്മവിശ്വാസമേകും. സൂപ്പർ താരം ബാബർ അസമിനെ ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ തിരികെ വിളിച്ചേക്കും. ഷഹീദ് അഫ്രീദി, ഹാരിസ് റൌഫ്, അബ്രാൻ അഹമ്മദ് എന്നിവരുൾപ്പെടെയുള്ള പാകിസ്ഥാൻ ബൗളിങ്ങും ഇന്ത്യക്ക് ഭീഷണിയായേക്കും. അതേസമയം ഏഷ്യ കപ്പിൽ നേർക്കുനേരുള്ള കണക്കുകൾ നോക്കിയാൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ. ഇതുവരെ 19 മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ടൂർണമെന്റിൽ കൊമ്പ് കോർത്തിട്ടുള്ളത്. ഇതിൽ 10-ലും വിജയം ഇന്ത്യക്കാണ്. പാകിസ്ഥാൻ 6 കളികൾ ജയിച്ചപ്പോൾ 3 മത്സരങ്ങൾ ഫലമില്ലാതെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന്റെ മത്സരവേദിയായ ദുബായിലെ പിച്ച് T20-യിൽ ബൗളിങ്ങിനെയും ബാറ്റിങ്ങിനെയും ഒരുപോലെ സഹായിക്കുന്നതാണ്. ഈ ഗ്രൗണ്ടിൽ ഒന്നാം ഇന്നിംഗ്സിൽ ശരാശരി സ്കോർ 160 മുതൽ 170 റൺസ് വരെയാണ്. ഈ ഗ്രൗണ്ട് പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ സുപരിചിതമാണെങ്കിലും ഇന്ത്യക്കും ഇവിടെ ശ്രദ്ധേയമായ റെക്കോർഡുകളാണുള്ളത്. കാലാവസ്ഥയിലേക്ക് വന്നാൽ അടുത്ത മാസം ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതിനാൽ മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ ഒരു ഭീഷണിയായേക്കില്ല. ഇതുവരെയുള്ള കണക്കുകളിൽ ബാറ്റിംഗ്, ബോളിംഗ് കരുത്തുകൾ എന്നിവയെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ വിജയിയെ AI പ്രവചിച്ചത്. ഇത് പ്രകാരം ഇന്ത്യയുടെ വിജയസാധ്യത 55%, പാകിസ്ഥാന്റേത് 45%. എന്നാൽ ഈ മത്സരത്തെ മഴ തടസ്സപ്പെടുത്തുകയും കളിയുടെ ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്താൽ അഗ്രസീവ് ബൗളിംഗ് നിരയുടെ സാന്നിധ്യം പാകിസ്ഥാന് ഒരുപക്ഷെ ഗുണം ചെയ്യും.